നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള അതിഥിയാണ് ശ്രീമാൻ അലി ഹസൻ സാർ. ഒരു 2 എപ്പിസോഡ് 2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ വെച്ചിട്ട്, ആത്മീയമായ അനുഭവങ്ങൾ, സിദ്ധികളെ വെച്ചിട്ട് ഉള്ള ഒരുപാട് ആത്മീയമായ അനുഭവങ്ങളുള്ള ആളാണ്. അത് വെച്ചിട്ടുള്ള വീഡിയോ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച അന്ന് പറയാൻ പറ്റാതിരുന്ന ഒരുപാട് ആത്മീയമായ അനുഭവങ്ങൾ, ആ സിദ്ധികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് പല പ്രേക്ഷകരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചപ്പോൾ ആണ് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കത് പറയാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്നേ പറഞ്ഞു വാക്ക് തന്നു പോയതാണ്. അപ്പൊ ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അലി ഹസൻ സാർ, സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു സെൻ കഥയുണ്ട്, നിങ്ങളെ എല്ലാവരും പലരും കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഈ സെൻ ബുദ്ധിസത്തില് ശിഷ്യന്മാരെ അങ്ങനെ ഗുരുവിന്റെ അടുത്ത് ഏൽപ്പിക്കും, ഗുരുവിന്റെ ആശ്രമത്തിൽ ഏൽപ്പിക്കും പഠിക്കാനായിട്ട്. അപ്പൊ ഈ സെൻ ഗുരുക്കന്മാർക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. അവരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാവും എപ്പോഴും. എപ്പോഴാണ് ഈ ഗുരു ശിഷ്യന്റെ പുറത്ത് ചാടി വീഴുക, അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ ഗുരുവിനോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അപകടം പിടിച്ചൊരു ജീവിതമാണ്. എപ്പോ വേണമെങ്കിലും ഒരു അടി വീഴാം. അപ്പൊ അത്രയും ജാഗ്രതയോടെ ഇരിക്കണം. ഗുരു എവിടെ നിന്നാണ് എപ്പോഴാണ് ചാടി വീഴുക എന്ന് പറയാനേ പറ്റില്ല. അതുകൊണ്ട് പൂർണ്ണമായ ജാഗ്രതയിലായിരിക്കണം എപ്പോഴും ആ ആശ്രമത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം. ഈ ജാഗ്രതയാണ് നമ്മുടെ ബോധോദയത്തിലേക്ക് നയിക്കുന്നത്. ബോധോദയം എന്ന് പറഞ്ഞാല് പരിപൂർണമായ ജാഗ്രതാവസ്ഥയാണ്, ചിന്തകളൊന്നും ഇല്ലാത്ത പൂർണ്ണമായ ജാഗ്രതാവസ്ഥ. അപ്പോ ഈ ജാഗ്രതാവസ്ഥയിലേക്ക് ശിഷ്യന്മാരെ എത്തിക്കുന്നതിനാണ് സെൻ ഗുരുക്കന്മാർ ഈ വിദ്യ പ്രയോഗിച്ചത്. സെൻ ഗുരു ഒന്നും അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫാദർ ഇതുപോലെ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോ വേണമെങ്കിലും ഫാദറിന്റെ അടുത്ത് നിന്ന് അടി കിട്ടാം. ആ കഥകൾ പറഞ്ഞിട്ടുണ്ട്, സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ അടി വീഴും എന്നുള്ള ഭയം, അതിൽ നിന്നുണ്ടായ ജാഗ്രതയാണ് ഇത്തരത്തിലുള്ള സിദ്ധികൾ തിളങ്ങാൻ വേണ്ടി അദ്ദേഹത്തില് തിളങ്ങാനുണ്ടായ കാരണം. കുട്ടിയായിരിക്കുമ്പോ തന്നെ ജാഗ്രതയായിരുന്നു. ഉറക്കം പോലും, മനസ്സ് വിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. ഉറങ്ങുമ്പോഴും ജാഗ്രതയാണ്, ഒരടി എപ്പോ വേണമെങ്കിലും വീഴാന്നുള്ള ആ പേടിയിലാണ്. അങ്ങനെയുള്ള ആ ജാഗ്രത വളർന്നാണ് അദ്ദേഹത്തിന് ഈ സിദ്ധികളൊക്കെ അന്ന് കിട്ടിയത്. ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അത് ഒരു കഥയിലൂടെ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാല ജീവിതം ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. തുടർന്ന് ജീവിതത്തിൽ ഇതുപോലെ ഈ സിദ്ധികൾ കുറേ കാലം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങൾ കൂടി നമ്മളുടെ മുന്നിൽ ഷെയർ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് തുടങ്ങാം. അതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നുമില്ല, സാറിന് ഇഷ്ടമുള്ള ഭാഗത്തുനിന്ന് തുടങ്ങാം. പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇതൊക്കെ അമാനുഷികമായ സിദ്ധികൾ. വർഷങ്ങളോളം തപം ചെയ്ത് യോഗം ചെയ്ത് അത് നേടി വലിയൊരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സിദ്ധികളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അഘോരികളൊക്കെ ഇങ്ങനെ പിണങ്ങിയിട്ടുള്ള, അവരെ അപമാനിച്ച ഒരു പട്ടാളക്കാരനെയൊക്കെ ആ നിന്ന നിൽപ്പിൽ അങ്ങനെ സ്തംഭിപ്പിച്ച കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് അതൊക്കെ തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞിട്ടാണ് അവരെ അതൊന്ന് മോചിപ്പിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുക തന്നെ സ്തംഭനാവസ്ഥ. അപ്പൊ പഞ്ചഭൂത സിദ്ധി, ഈ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി ഈ യോഗത്തിലൂടെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരിലെ ആ പഞ്ചഭൂത ശക്തിയെ നിയന്ത്രിക്കാനും സ്തംഭിപ്പിക്കാനും ഒക്കെ ഉള്ള സിദ്ധി നമുക്ക് കൈവരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സിദ്ധികളാണ് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അറിയാതെ കൈവരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്താൽ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കുറെ കാര്യങ്ങൾ, പിന്നെ നേടിയെടുക്കാതെ ജന്മനാ ചില ആൾക്കാർക്ക് പല കഴിവുകളും ഉണ്ടാവും. കലാകാരന്മാര്, അതേമാതിരി പാട്ടുകാര്, അങ്ങനെ കുറെ ആൾക്കാർ. അതുപോലെ ഇന്ത്യയിലൊക്കെ കുറെ ജന്മനാ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്.
ഈ സിദ്ധിയായിട്ട് വരുന്ന ആളുകളുണ്ട്. സിദ്ധിയായിട്ട് വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ജനിക്കും ചെയ്യാ. അതിന്റെ ശേഷം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളും ജന്മന സമ്പത്തുള്ള ആൾക്കാരുണ്ടല്ലോ, പാരമ്പര്യമായിട്ട് സമ്പത്തുള്ളവര്, ജനിച്ചു വന്നതിന് ശേഷം ജോലി എടുത്ത് സമ്പത്ത് ഉണ്ടാക്കിയ ആൾക്കാര് അങ്ങനെയും ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ ചെയ്തു വരാം. ജന്മന ചിലർക്ക് വരുന്നു, എനിക്ക് ജന്മന ഉണ്ട് ചില കഴിവുകള്. പിന്നെ അറിഞ്ഞിട്ടല്ല അത് അല്ലേ, അല്ല അന്ന് അറിയില്ലായിരുന്നല്ലോ, അന്ന് അറിയില്ല അങ്ങനെ അത് സംഭവമാണ്, അതൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ ബോധമൊക്കെ വരുമ്പോഴാണ് പറയാം. ഇങ്ങനെ അന്ന് ഒരു ഉദാഹരണം പറയുന്നു, ഈ സ്കൂളിൽ പള്ളിയുടെ സൗദി അറേബ്യയിൽ ആ കുട്ടികൾ തല്ലാൻ വരുന്നത് അവരെ സ്തംഭിപ്പിച്ച് നിർത്തിയതൊക്കെ പറയുന്നത്. അതുപോലെ വേറെ പിന്നീട് ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് കേരളത്തിൽ തിരിച്ചു വന്നതിന് ശേഷം, കേരളത്തിൽ തിരിച്ചു വന്നിട്ട് അങ്ങനെ വലിയ കച്ചറകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും അങ്ങനെ ഉണ്ടായില്ല. അല്ല ഈ സ്തംഭിപ്പിക്കുക ആളുകളെ, അങ്ങനെ സ്തംഭിപ്പിക്കുക. ചില ഞാൻ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ചേണ്ടിയിലെ ഒരു കടയില്. അപ്പൊ അവിടെ അസ്കർ എന്ന് പറഞ്ഞ ഒരുത്തനാണ്, അസ്കർ. ഞങ്ങളെല്ലാരും കമ്പനി ആൾ തന്നെയാണ്. അപ്പൊ അന്ന് അവിടെ ഒരു പാർട്ടിന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ പാർട്ടിത്തെ ഏതോ ഒരു കാര്യപ്പെട്ട ആളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അസ്കർ അതിന്റെ ആളാണ്. പാർട്ടിക്കാരൊക്കെ വരുമ്പോ വലിയ ഉന്മേഷത്തിലും കാര്യത്തിലും അങ്ങനത്തെ ഒക്കെ നിൽക്കുക കാരണം. അപ്പൊ ഈ കടയിൽ വന്നിട്ട് സാധാരണ കളിക്കലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു കച്ചറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാരും ഏറ്റവും അവന്റെ എന്തോ ഒരു കടലാസ് ആരാ ചീന്തിയോട് ചീന്തിയ പോകാൻ ഭയങ്കരമായിട്ട് വയലന്റ് ആയി കച്ചറ ഉണ്ടാക്കി. ആ സംഭവത്തിന്റെ ശേഷം ഞാൻ ഓനോട് പറഞ്ഞു, കുറെ അടങ്ങി നിൽക്കരുത്, പ്രശ്നം ഉണ്ടാക്കല്ലേ, അടങ്ങി നിൽക്കുന്നത് കുറെ പറഞ്ഞു. ഓൻ എല്ലാരും പിടിച്ച് അടിച്ചു അസ്കർ. എന്നിട്ട് പോയി, കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് വന്നതിന്റെ ശേഷം പിന്നെയും വന്നുകൊണ്ട് വീണ്ടും കച്ചറ ഉണ്ടാക്കും, പിന്നെയും പോവും. അങ്ങനെ 2-3-4 പ്രാവശ്യം ഓൻ ചെയ്തേക്കിന് അസ്കർ എഞ്ഞിട്ട് അങ്ങനത്തെ കളി കളിച്ചല്ലേ. അപ്പൊ എന്താ കളിച്ചാല് വെച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം, ആ ബാറ്റിനെ അറിവത്തിന് ഞാൻ അറിയാതെ അങ്ങനെ ഒരൊറ്റ കൊടുക്കാണ്ട് കൊടുത്ത് പറന്നാൾ പോയോ റൂട്ടുമൊക്കെ പറന്നാണ്ട് പോയി. ഞാനും കൊളർത്തിട്ടില്ല, ഓനും കൊളർത്തില്ല. അതില് ഓനും പേടിച്ചിട്ട് എന്റെ ഇപ്പൊ ഉണ്ടായിട്ട് ഇങ്ങനെ നിന്നും ചെയ്തു. അതിന് അസ്കർ അറിയും ചേണ്ടീന്ന്. പിന്നെ ഒരു കളിക്കില്ല. അതോടുകൂടി അതിന്റെ ആ കളി നിന്നു, പഞ്ചപുച്ഛ മടക്കി. അപ്പൊ വെല്ലെന്ന് ഒരു ഇങ്ങനെ കയ്യേറ്റ് വെറുതെ തട്ടിയിട്ടുള്ളൂ. കയ്യേറ്റാതെ ഇനി കാലേറ്റ ഒരു തട്ട് വെറുതെ തട്ടിയേക്കിന് ഇപ്പം തട്ടണമായിട്ടില്ല, പന്ത് പോണമായിട്ട് ഭൂമിച്ചിട്ട് ഇവിടുന്നിട്ട് അത്ര ദൂരാണ്ട് പോയി. ആ സൈഡില് ആ വാതിലിന്റെ അവിടെ ഒരു പലക ഉണ്ടായിമ പോയിട്ട് അങ്ങനെ പോയി സൈഡായിട്ടാണ് കിടന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇടക്ക് അറിയാതെ നമ്മൾ വെല്ലം തടുപ്പത്തിന് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. അത് അറിഞ്ഞ് സംഭവിക്കും.